ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പർവേഷ് വർമ്മയ്ക്ക് മുൻതൂക്കം. ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. സത്യപ്രതിജ്ഞ ആഘോഷമാക്കാൻ ബി.ജെ.പി. രാജിക്കത്ത് നൽകിയ അതിഷി. കേജ്രിവാൾ താമസിച്ച ശീഷ് മഹൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് ബി.ജെ.പി. പാതിവില വാഗ്ദാനം ചെയ്ത മലയാളിയെ പരക്കെ പറ്റിച്ചത് വിപുലമായി അന്വേഷിക്കും. കേസുകൾ ക്രൈംബ്രാഞ്ചിന് വിടാൻ ധാരണ. പണയം വെച്ചും വായ്പയെടുത്തും നൽകിയ പണം ആര് തിരിച്ചു തരുമെന്ന് ഇരകളുടെ ചോദ്യം. നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നേ പറയാനുള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് പെട്ടുപോയവരാണ് അറിയാതെ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മുതൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കിട്ടിയാൽ മതി. ഞങ്ങൾ ഈ പലിശയും കൂടി മുതലും കൂടി അടച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഞങ്ങൾ ഏത് ഗതിയിൽ വരുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കൂടുതൽ നേതാക്കളും ജനപ്രതിനിധികളും സംശയ നിഴലിൽ. സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം ന്യൂസ് 18. സർക്കാരിനെതിരെ സർക്കുലറും സമരപ്രഖ്യാപനവുമായി കത്തോലിക്ക സഭ. കർഷകരെ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. തെരഞ്ഞെടുപ്പുകളിൽ മറുപടി നൽകാൻ ആഹ്വാനം. അർഹമായ ന്യൂനപക്ഷ അവകാശം കിട്ടുന്നില്ലെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ. ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ലെന്ന് പി.കെ. ഫിറോസ്. അർഹത കോൺഗ്രസിന് തന്നെ. പരിചയസമ്പന്നരായിട്ടുള്ള കഴിവുള്ള ആളുകളൊക്കെ കോൺഗ്രസിനകത്തുണ്ട്. അതിനകത്ത് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒന്നിലധികം ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് പ്രത്യേക സാഹചര്യത്തിലെന്നും ഫിറോസ് Q18. മുറിവിൽ മരുന്ന് വെച്ച് കാട്ടിലേക്ക് അയച്ച ആന വീണ്ടും അതിരപ്പിള്ളിയിൽ. മുറിവിൽ നിന്ന് പുഴുക്കൾ അരിച്ചിറങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. പത്തനംതിട്ട തണ്ണിത്തോട് കാട് കയറ്റിയ ആന കുട്ടിയാനകൾക്കൊപ്പം മടങ്ങിയെത്തി. മണ്ണുത്തി ദേശീയപാതയിൽ മ്ലാവ് വാഹനമിടിച്ച് ചത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനം അല്പസമയത്തിനകം. കോഹ്ലി കളിക്കും. ജയിച്ച് പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ.